ഹായ് എവരിവൺ. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് കുറേ 1-2 ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ക്ലയൻറ്റ്സ് ഹാൻഡ്ലിങ്ങും അങ്ങനത്തെ എക്സ്പീരിയൻസ് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജിംബ്രോ. നിങ്ങളുടെ ഒരു ജിംബ്രോ നിങ്ങളങ്ങനെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കായിട്ട് കുറച്ചധികം ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് ഈ ആദ്യം ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ലേഡീസ്, അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു അനിയന്മാർ ഇപ്പം വെക്കേഷനൊക്കെ ആയപ്പോൾ കുറേ പേര് ജിമ്മിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർ കുറേ അധികം ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ പഴയ കാലമാണ് ഓർമ്മ വന്നത്. അതായത് ഞാൻ വർക്കൗട്ട് തുടങ്ങിയ ഒരു സമയം, ഈ വർക്കൗട്ട് തുടങ്ങിയ ആ ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്ന ഡൗട്ടുകളിൽ ഭൂരിഭാഗം ഡൗട്ടുകളാണ് ഇപ്പോഴും അവർ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡൗട്ട് വന്നുകൊണ്ടിരിക്കുന്നു? എത്ര കാലം കഴിയുന്തോറും ഈ സെയിം ഡൗട്ടുകൾ തന്നെയാണ് ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുണ്ടാവാം? മേ ബി കുറേ മിത്തുകൾ, ജിമ്മിന് റിലേറ്റഡ് കുറേ മിത്തുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവാം. മേ ബി ലാക്ക് ഓഫ് നോളേജ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ആരുടെങ്കിലും ചോദിക്കാനുള്ള ഒരു മടി കാരണം ആവാം. മേ ബി കുറേ കാര്യങ്ങളാവാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തുണ്ടെന്ന് വെച്ചാൽ ഇതിനെ പറ്റിയുള്ള നോളേജ് നമുക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്യണം. എനിക്ക് വലിയ റീച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കാണുന്നവർ കാണട്ടെ. അത് ഈ കണ്ട് അറിയാനുള്ള നോളേജ് അവർ പഠിക്കട്ടെ. ഓക്കെ, അതേപോലെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴും ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറേ അധികം പഠിക്കാനായിട്ട് ശ്രമിക്കും. എനിക്ക് അറിഞ്ഞൂടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ വീണ്ടും റിസർച്ച് ചെയ്ത് അതിനുള്ളൊരു ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കും. ഇതേപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ ഗുരുക്കളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ബട്ട് ഇരുന്നാലും എന്നെ കൊണ്ടാകുന്ന ഒരു സഹായം, 4 പേരെങ്കിൽ 4 പേര് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി തിരിച്ചൊരു റിപ്ലൈ ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് DM ആയിട്ടോ ഞാൻ ഉറപ്പായിട്ട് ഇട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് എത്രത്തോളം സംഭവിക്കും, ഇങ്ങനെ ആൾക്കാർ എത്രത്തോളം നമ്മളെ ഇൻട്രാക്ട് ചെയ്യും, എത്രത്തോളം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുകയാണ്. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലുള്ള മറ്റ് അനവധി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്തുള്ള ഒരു അപേക്ഷ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇൻഫോർമേഷനിൽ എന്തെങ്കിലും അഡീഷണൽ ചേർക്കാനുണ്ട്, അല്ല എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് പറഞ്ഞു തരണം. എന്നാലും ഞാനത് പഠിക്കത്തുള്ളൂ, ഞാൻ അറിയത്തുള്ളൂ, എന്നാലേ എനിക്ക് കുറച്ചധികം ഷെയർ ചെയ്യാനും പറ്റത്തുള്ളൂ നോളേജുകൾ. ഈ നോളേജ് ഒരുപാട് പറഞ്ഞു കൊടുക്കും തോറേ നമുക്ക് നോളേജ് ഗെയിൻ ചെയ്യാനും പറ്റത്തുള്ളൂ. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിൽ നിന്നായിരിക്കും ഞാൻ ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന അനുസരിച്ച് എൻ്റെ നോളേജും വളരും. എനിക്കത് പറഞ്ഞു തരാൻ പറ്റുമ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നിങ്ങളുടെ നോളേജ് വളരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ബിൽഡ് ചെയ്യണം. അതിന് നമുക്കൊരു പുതിയൊരു തുടക്കം എന്നുള്ള രീതിക്ക്, എൻ്റെതായ ഭാഗത്തു നിന്നൊരു തുടക്കം എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് നോക്കാം എത്ര പേര് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുവാണ്. എന്തൊക്കെ കമൻസും കാര്യങ്ങളാണ്, എന്തൊക്കെ മെസ്സേജുകളാണ് നമുക്ക് വരാൻ പോകുന്നത്, എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാം, അറിയാം. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോസ്, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ഞാൻ ഇടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമൻറ്റിൽ കൂടെയോ മെസ്സേജിൽ കൂടെയോ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.